എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഹരിപ്രസാദാണ്. ഇന്ന് 2025 ജൂൺ മാസം 1-ാം തീയതി മുതലുള്ള ഒരു രാശിമാറ്റവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ജൂൺ മാസത്തിലെയും ഇടവമിഥുന മാസത്തിലെയും രാശിപ്പകർച്ചകളുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ടുള്ള ഒരു ഫലസിദ്ധി മാത്രം പറയുന്ന ഒരു വീഡിയോ അല്ല. ജ്യോതിഷപരമായിട്ട് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ രാശിചക്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്, അതിൽ നിന്നും ഓരോരുത്തർക്കും എങ്ങനെയാണ് മാറ്റങ്ങൾ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അനുഭവത്തിൽ വരുന്നത് എന്നുകൂടി ചേർത്ത് ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന ദിവസം മെയ് 30 ശുക്രന് രാശിമാറ്റം ഉണ്ടായിട്ടുണ്ട്. മീനം രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് ശുക്രൻ കടന്നിട്ടുണ്ട്. അത് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ശുക്രൻ മേടൻ രാശിയിലേക്ക് കടന്നിട്ടുണ്ട്. നിലവിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി മിഥുനം രാശിയിലും ശനിയുടെ സ്ഥിതി മീനം രാശിയിലുമാണ്. രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ചൊവ്വ കർക്കിടകൻ രാശിയിലുമാണ് നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആമുഖമായിട്ട് പറയുന്നതിനോടൊപ്പം തന്നെ അടുത്തതായിട്ട് നമ്മൾ പറയുന്നൊരു കാര്യം, നിങ്ങളുടെ ഗ്രഹനിലയും കൂടി എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങളൊരു വീഡിയോ കാണുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അതുകൂടാതെ അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് ഇവിടെയായിരിക്കും ചന്ദ്രൻ വരുന്നത്. അതുപോലെ തന്നെ ഓരോ കൂറുകാർക്കും നിങ്ങൾക്കറിയാൻ പറ്റും ചന്ദ്രൻ്റെ സ്ഥിതി എങ്ങനെയാണ് വരുന്നത്. നിങ്ങളുടെ ജാതകത്തിൽ ച എന്ന് പുതുതായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക, ച എന്ന് പറയുന്ന അക്ഷരം നിങ്ങൾക്ക് എവിടെ വരുന്നു എന്നതിനെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളതിനെ അടയാളപ്പെടുത്തണം. ഇതാണ് ചന്ദ്രൻ്റെ ചുരുക്കെഴുത്താണ് ച എന്ന് പറയുന്നത്. ഒരുപാട് പേര് ഇപ്പോഴും കൂറിനെ കുറിച്ച് കൂറുഫലങ്ങൾ ചോദിക്കുമ്പോൾ ചന്ദ്രൻ്റെ കൂറ് രാശി ഏതാണെന്ന് അറിയാൻ വയ്യാത്തവരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ മേടക്കൂറുകാരൻ അശ്വതി ഭരണി കാർത്തിക കാലുകാരനാണെങ്കിൽ നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെ ആയിരിക്കും വരുന്നത്. നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെയാണെങ്കിൽ നിങ്ങൾ കാർത്തിക മുക്കാല് രോഹിണി മകേരത്തര വരുന്നവരായിരിക്കും. അതുപോലെ തന്നെ മകേരത്തരയും തിരുവാതിരയും പുണർന്നതൽ മുക്കാലും മിഥുനക്കൂറാണെങ്കിൽ ഇവിടെയാണ് നിങ്ങളുടെ ചന്ദ്രൻ വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ഓരോ രാശിയിലും നിങ്ങളുടെ ചന്ദ്രൻ വരുന്നതനുസരിച്ച് നിങ്ങൾ ഏത് കൂറുകാരനാണെന്ന് ഇവിടെ നേരെ മേളിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അറ്റ മൂല വരുന്നത് കിഴക്ക് ഭാഗം, വടക്ക് കിഴക്കേ മൂല. നമ്മൾ കിഴക്കോട്ട് തിരിച്ചു വെച്ചിട്ട് വേണം ജാതകം നോക്കാൻ. ഇത് മീനൻ രാശി, തൊട്ടടുത്തത് മേടൻ രാശി, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം. ഇതിലെവിടെയാണോ നിങ്ങൾ ചന്ദ്രൻ വരുന്നത് നിങ്ങൾ ആ കൂറുകാരനായിരിക്കും. ചന്ദ്രൻ ഇവിടെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ തുലാക്കൂറുകാരനായിരിക്കും. ചന്ദ്രൻ ഇവിടെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ചിങ്ങക്കൂറുകാരനായിരിക്കും. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആദ്യമായിട്ട് അടുത്തതായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മേടക്കൂറുകാരനാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ശുക്രൻ ഇപ്പോൾ മേടക്കൂറിലേക്ക് മാറി. അപ്പോൾ അടുത്ത കാര്യം പറയുമ്പോൾ പെട്ടെന്ന് അടുത്ത കാര്യം മനസ്സിലാകും. അതുകൊണ്ടാണ് പെട്ടെന്നൊരു കാര്യം പറയുന്നത്. അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് ശുക്രൻ മേടത്തിലേക്ക് മാറി. അതായത് നിങ്ങളുടെ നക്ഷത്രത്തിലേക്ക്, നിങ്ങളുടെ രാശിയിലേക്ക് ശുക്രൻ പ്രവേശിച്ചു. എന്താ അതിന് പ്രാധാന്യം ചോദിച്ചാൽ, വർഷത്തിലൊരു തവണ അല്ലെങ്കിൽ ഒരു ഇച്ചിരി സ്പീഡ് കൂടിയ ഗ്രഹമാണ് ശുക്രൻ. അപ്പോൾ പെട്ടെന്ന് രാശി മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ മാസത്തിൽ ഒരു തവണ മാറും. കൃത്യം ഒരു മാസത്തിലൊന്നല്ല, ചിലപ്പോൾ 28 ദിവസം കൊണ്ട് മാറും, ചിലപ്പോൾ 27 ദിവസം കൊണ്ട് മാറും. അങ്ങനെ ചില മാറ്റങ്ങളുള്ള ഒരു ഗ്രഹമാണ്. അപ്പോൾ വർഷത്തിലൊരു തവണ മേടൻ രാശിയിലേക്ക് വരും എന്നുള്ള ഒരു പ്രത്യേകത ഉള്ള ഒരു ഗ്രഹമാണ്. നിങ്ങളുടെ ധനകാരകനും കൂടിയാണ്. ആരുടെ? അശ്വതി ഭരണി കാർത്തിക കാല് മേടക്കൂറുകാരുടെ ധനകാരകനും കളത്രപുത്രാദികളായിട്ടുള്ള തുലാക്കൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ മേടക്കൂറിലേക്ക് വരുമ്പോൾ, അപ്പോൾ മേടക്കൂറുകാർക്ക് മാത്രമല്ല ഫലസിദ്ധി ഉണ്ടാകുന്നത്, 12 കൂറുകാർക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഫലസിദ്ധി ഉണ്ടാകും. പെട്ടെന്ന് ഉദാഹരണം പറയാം. മേടത്തിലേക്ക് ശുക്രൻ പ്രവേശിക്കുമ്പോൾ ഇടവക്കൂറുകാർക്ക് ശുക്രൻ 12-ലായി, മിഥുനക്കൂറുകാർക്ക് ശുക്രൻ 11-ലായി, കർക്കിടകക്കൂറുകാർക്ക് ശുക്രൻ 10-ാം ഭാവത്തിലേക്ക് മാറി, ചിങ്ങക്കൂറുകാർക്ക് നേരെ 9-ലേക്ക് മാറി, നിങ്ങൾ കന്നിക്കൂറുകാർക്ക് അഷ്ടമത്തിലേക്ക് മാറി, തുലാക്കൂറുകാർക്ക് 7-ാം ഭാവത്തിലേക്ക് മാറി, വൃശ്ചികക്കൂറുകാർക്ക് 6-ാം ഭാവത്തിലേക്ക് മാറി, ധനുക്കൂറുകാർക്ക് 5-ലേക്ക് മാറി, മകരക്കൂറുകാർക്ക് 4-ലേക്കും, കുംഭത്തിക്കൂറുകാർക്ക് 3-ലേക്കും, മീനക്കൂറുകാർക്ക് ധനസ്ഥാനത്തേക്കും മാറി. ഒരാൾ രാശി മാറിക്കഴിയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ കൂറുകാർക്കും മാറ്റം ഉണ്ടാകും. ഇതുകൊണ്ടാണ് ഓരോ മാസങ്ങളിലും നമുക്ക് ഇന്നലെ ചിലപ്പോൾ ഒരു മാസം നമ്മൾ അനുഭവിച്ച ടെൻഷൻ അടുത്ത മാസം ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് മാറിക്കിട്ടും. ഇതുപോലെ തന്നെയാണ് ചൊവ്വ ഈ വരുന്ന ജൂൺ മാസം 6-ാം തീയതി ചൊവ്വ നീചഭാവത്തിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് കടക്കുന്നു. അപ്പോൾ നിങ്ങളൊരു പ്രത്യേകമായിട്ടൊരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കണം. ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് പുണർദത്തിൽ കാലും പൂയോ ആയില്യം നക്ഷത്രക്കാരിലാണ് ഇപ്പം നമ്മുടെ ചൊവ്വ നിൽക്കുന്നത്.
പുണർദത്തിൽ കാലും പൂയോ ആയില്യത്തിലാണ് ഇപ്പൊ ചൊവ്വ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വരുന്ന ജൂൺ മാസം 6-ാം തീയതി ഇദ്ദേഹം നേരെ മകത്തിലേക്ക് പ്രവേശിക്കും. മകൻ നക്ഷത്രം നിൽക്കുന്ന ചിങ്ങക്കൂറിലേക്ക് പ്രവേശിക്കും. ആദ്യത്തെ നക്ഷത്രമായിട്ടുള്ള മകത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് നീചമായിട്ട് നിൽക്കുന്ന ചൊവ്വ ഇങ്ങോട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചൊവ്വ 2-ാം ഭാവത്തിലേക്ക് മാറി. അതിവിശേഷപ്പെട്ട ഫലസിദ്ധിയാണ് വരാൻ പോകുന്നത്. ആർക്ക്? കർക്കിടകക്കൂറുകാർക്ക്. ചൊവ്വയുടെ മാറ്റം നിങ്ങൾക്ക് യോഗകാരകനും കൂടിയാണ് ചൊവ്വ. യോഗകാരകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വിധത്തിലുള്ള യോഗങ്ങളും അനുഭവപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു ഗ്രഹമാണ് കർക്കിടകക്കൂറുകാർക്ക് ചൊവ്വ. അപ്പൊ ചൊവ്വയുടെ രാശിമാറ്റം സംഭവിക്കുന്നതോടുകൂടി ധനത്തിന്റെ പുരോഗതി ഉണ്ടാകും എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കാനുള്ളൊരു പോയിന്റ്. ഇത് ഇപ്പോൾ ഫലസിദ്ധി പറയുന്ന വീഡിയോ അല്ല, അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ചൊവ്വ ഇങ്ങോട്ട് മാറുമ്പോൾ കർക്കിടകക്കൂറുകാർക്ക് 2-ലേക്കും ചിങ്ങക്കൂറുകാർക്ക് ജന്മത്തിലേക്കും, കന്നിക്കൂറുകാർക്ക് ചൊവ്വ ഇവിടോട്ട് മാറുമ്പോൾ 12-ലേക്കും, ഇവിടെ വരുമ്പോൾ തുലാക്കൂറുകാർക്ക് 11-ലേക്കും, വൃശ്ചികക്കൂറുകാർക്ക് ചൊവ്വ 10-ലേക്കും, ധനുക്കൂറുകാർക്ക് ചൊവ്വ 9-ാം ഭാവത്തിലേക്കും, മകരക്കൂറുകാർക്ക് ചൊവ്വ അഷ്ടമത്തിലേക്കും, കുംഭക്കൂറുകാർക്ക് 7-ലേക്കും, മീനക്കൂറുകാർക്ക് 6-ാം ഭാവത്തിലേക്കും, മേടക്കൂറുകാർക്ക് 5-ലേക്കും, ഇടവക്കൂറുകാർക്ക് 4-ലേക്കും, മിഥുനക്കൂറുകാർക്ക് 3-ലേക്കും, നേരത്തെ പറഞ്ഞ പോലെ കർക്കിടകക്കൂറുകാർക്ക് 2-ലേക്കും മാറും എന്നുള്ളതാണ് പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. അടുത്തതായിട്ട് പറയുന്ന കാര്യം കൂടെ കേട്ട് കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജ്യോതിഷം മനസ്സിലാകുകയും 12 കൂറുകാർക്കും ഈ രാശിമാറ്റങ്ങളെ കൊണ്ടുള്ള ഫലസിദ്ധിയാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പോയിന്റിലേക്ക്, പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കടക്കുവാണ്. അപ്പം ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തെ കൊണ്ടാണ് സർവ ഐശ്വര്യം, മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒരു ദേവിയെ ആണ് ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്നത്. സർവ്വവിധത്തിലുള്ള ഐശ്വര്യത്തിൻ്റെയും ധനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും കളത്രപുത്രാദി സൗഭാഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും എല്ലാത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ശുക്രനെ ജ്യോതിശാസ്ത്രം കണക്കാക്കുന്നത്. എല്ലാവരുടെയും കയ്യിലെ ശുക്രൻ്റെ സ്ഥിതിയാണ് നമ്മുടെ ജാതകത്തിൽ ഏറ്റവും കൂടുതൽ ധനപരമായിട്ടുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. വ്യാഴമാണ് ധനകാരകൻ എങ്കിലും ശുക്രനാണ് മഹാലക്ഷ്മിയുടെ കാരകൻ. അപ്പം ലക്ഷ്മി ദേവി കടന്നു കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാവുക, ഐശ്വര്യം ഉള്ളിടത്തെല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഐശ്വര്യത്തെക്കുറിച്ച് പറയുന്നത്. സൗഭാഗ്യം ഉണ്ടാവുക, അതുപോലെ തന്നെ ശയനം, നല്ല ഉറക്കം ഉണ്ടാവുക, മനസ്സമാധാനം ഉണ്ടാവുക, സ്വസ്ഥത ഉണ്ടാവുക, അതുപോലെ തന്നെ ഗൃഹത്തിൽ ഐശ്വര്യം ഉണ്ടാവുക, ഭാഗ്യം ഉണ്ടാവുക എന്ന് വേണ്ട എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളെയും ശുക്രനെ കൊണ്ടാണ് പൊതുവെ ചിന്തിക്കുന്നത്. നമ്മളൊരു വാഹനം എടുക്കുക, വീട് നിർമ്മിക്കണം, വാഹനം എടുക്കണം എന്നുള്ള ചിന്തകൾ നമുക്ക് വരിക, അതുപോലെ തന്നെ ശയനോപകരണങ്ങൾ, വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ടും മാറിയെടുക്കുന്നതിനൊക്കെയുള്ള ചിന്തകൾ നമ്മളിലേക്ക് കൊണ്ടുവരിക എന്ന് വേണ്ട എന്ത് കാര്യമാണോ പറയാൻ പറ്റാത്തത്, എല്ലാ സൗഭാഗ്യങ്ങളുടെയും എല്ലാ നന്മയുടെയും ധനത്തിൻ്റെയും കാര്യങ്ങൾ, ഐശ്വര്യത്തിൻ്റെയും പറയുന്നത് ശുക്രനെ കൊണ്ടാണ്. അപ്പം ശുക്രൻ ഇങ്ങനെ ഓരോ മാസവും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങളും 12 കൂറുകാർക്കും ശുക്രന്റെ മാറ്റങ്ങളെ കൊണ്ട്, ഇപ്പം നമ്മൾ വിചാരിക്കും മേടത്തിലേക്കല്ലേ മാറിയത് എന്നുള്ളതല്ല വിചാരിക്കേണ്ടത്. മേടത്തിലേക്ക് മാറുമ്പോൾ മീനക്കൂറുകാർക്കും ഫലസിദ്ധിയായി. 2-ാം ഭാവത്തിലേക്ക് ശുക്രൻ വന്നു. മീനക്കൂറിൽ ആരൊക്കെയുള്ളത്? ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് 2-ാം ഭാവം ധനസ്ഥാനത്തേക്ക് ശുക്രന്റെ രംഗപ്രവേശം വരുന്നതോടുകൂടി നിങ്ങളുടെ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലവിലുള്ളത് മാറും. അതുകൂടാതെ തന്നെ സർവ്വ ഐശ്വര്യം ഉണ്ടാവുക, സർവ്വഭാഗ്യം ഉണ്ടാവുക, ധനപുരോഗതി ഉണ്ടാവുക, എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമായിട്ടും പറയാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ ഈ കുംഭക്കൂറുകാരെങ്ങനെ വിചാരിക്കണം? ശുക്രൻ നിങ്ങൾക്ക് 2-ാം ഭാവത്തിൽ ധനസ്ഥാനത്തു നിന്ന് ചെറിയൊരു മാറ്റം വരുന്നു, 3-ാം ഭാവത്തിലേക്ക് മാറുന്നു. അപ്പൊ ഈ 3-ാം ഭാവത്തിലേക്ക് മാറിയാൽ എന്താണ് ഫലം? നേരത്തെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ആയിരുന്നു ശുക്രൻ, ഇങ്ങോട്ട് മാറി. അടുത്തതായിട്ട് വീണ്ടും ശുക്രൻ ഈ 29-ാം തീയതി വീണ്ടും രാശി മാറുന്നുണ്ട്. ഇടവ മാസത്തിലേക്ക് ജൂൺ മാസം 29-ാം തീയതി കക്ഷി വീണ്ടും ഇങ്ങോട്ട് മാറും. അതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ശനി മീനത്തിലും, മിഥുനത്തിൽ വ്യാഴവും, ചൊവ്വ കർക്കിടകത്തിലും, ചിങ്ങത്തിൽ കേതുവും, കുംഭത്തിൽ രാഹുവും, ഇതിന് മാറ്റമൊന്നും ഇപ്പോൾ ഉടനെയൊന്നുമില്ല. അപ്പം ഈ പകർച്ചകളെ കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഫലസിദ്ധി വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. പ്രധാനമായിട്ട് ഈ ഓരോ ഗ്രഹങ്ങളുടെയും രാശി മാറ്റം നമുക്ക് പ്രധാനമായിട്ട് പറയുമ്പോൾ അതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങളൂടെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഗുണകരമായിട്ട് വരത്തുള്ളൂ. നിങ്ങളുടെ ജാതകത്തിൽ ചന്ദ്രാൽ എവിടെയാണെന്നും ലഗ്നാൽ ശുക്രൻ എവിടെയാണ് നിൽക്കുന്നത് എന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫലസിദ്ധി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെയാണ് നിൽക്കുന്നത്, അപ്പോൾ ജാതക പ്രകാരം ശുക്രൻ ഇവിടെയാണ് നിൽക്കുന്നതോ, ഇവിടെയാണോ നിൽക്കുന്നത്,
അപ്പോൾ ഇതിൻ്റെ ഭാവം ഏത് ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങൾക്ക് കണക്കൂട്ടാം. ഞാൻ പറഞ്ഞുതരാം. ഇവിടെയാണ് ശുക്രൻ നിൽക്കുന്നതെന്ന് കരുതുക. നിങ്ങൾ ജനിച്ച സമയത്ത് നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെയാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾ എണ്ണുന്നത് എങ്ങനെയാണ്? 1 2 3 4 5 6 6ാം ഭാവത്തിലേക്കാണ് ശുക്രൻ നിൽക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഗ്രഹമായിട്ടുള്ള ശുക്രൻ വ്യാഴം പോലുള്ള ശുഭഗ്രഹങ്ങൾക്ക് 3 6 8 12 ഭാവങ്ങളിൽ മറഞ്ഞു നിന്നാൽ നമുക്ക് ദോഷമായിരിക്കും. അത് ജന്മലാലുള്ള കാര്യമാണ്. പക്ഷേ ഇതുകൊണ്ടാണ് ഈ രാശിചക്രം മാറുന്നതനുസരിച്ച് നമുക്ക് ഗുണഫലങ്ങൾ വരുന്നത്. അപ്പോൾ ഇനി പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ശുക്രൻ പ്രധാനമായിട്ട് ഉച്ചരാശി എന്ന് പറയുന്നത് മീനത്തിലാണ്. അപ്പോൾ ഉച്ചരാശി വിട്ട് സഞ്ചാരം തുടങ്ങുവാണ്. ഇനി 12 മാസം കഴിഞ്ഞിട്ടേ ശുക്രൻ വീണ്ടും ഉച്ചരാശിയിലേക്ക് കടക്കത്തുള്ളൂ. അപ്പോൾ ഉച്ചരാശിയിൽ നിന്നും പതുക്കെ മേടത്തിലേക്ക് കടക്കുന്നു. അടുത്തതായിട്ട് സ്വക്ഷേത്രമായിട്ടുള്ള ഇടവത്തിലേക്ക് ഈ മാസം 29-ാം തീയതി വരുന്നു. അടുത്തതായിട്ട് മിഥുനത്തിലേക്ക് മാറും എന്ന് അത് കഴിഞ്ഞൊരു മാസം കഴിയുമ്പോൾ, അത് ഇപ്പോഴേ പറയുന്നില്ല. അപ്പോൾ ശുക്രൻ ഈ മെയ് 30-ാം തീയതി മേടത്തിലേക്ക് മാറി, ചൊവ്വ ഇങ്ങോട്ട് മാറി, കേതു ഇങ്ങോട്ട് ഇവിടെ ഉണ്ട്, കുംഭത്തിലേക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഈ പെട്ടെന്നൊരു കാര്യം കൂടെ പറഞ്ഞു തരാം. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് വ്യാഴം 3-ലാണ്. എങ്ങനെ 3 എണ്ണുന്നത്? നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെയാണ് നിൽക്കുന്നത്. ചന്ദ്രൻ നിൽക്കുന്ന ഭാഗത്തെ 1 എണ്ണണം. ചന്ദ്രൻ ഇവിടെയാണെങ്കിൽ ഇപ്പം 2ാം ഭാവത്തിലേക്ക്, ചന്ദ്രൻ ഇവിടെയാണെങ്കിൽ നിങ്ങൾ 12ാം ഭാവത്തിലാണ് എണ്ണണം. കർക്കിടക കൂറുകാർക്ക് വ്യാഴം 12-ൽ. ഇങ്ങനെ ഓരോരുത്തരുടെയും ഗ്രഹസ്ഥിതി ഇപ്പോഴുള്ള ചാരവശാലുള്ള ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത്. നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എണ്ണാൻ പറ്റും. ശുക്രനും വ്യാഴം പോലുള്ള ശുഭഗ്രഹങ്ങൾ ദോഷസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സമാധാന സ്വസ്ഥതക്കുറവ്, മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥ, കടബാധ്യതകൾ കൂടി വരിക, തൊഴിലിടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങൾ ഉണ്ടാവുമ്പോൾ നിസ്സാരമായിട്ട് അതിനെ പരിഹരിക്കാനുള്ള മാർഗം കൂടിയാണ് നമ്മൾ പറയുന്നത്. ഇത്രയും ആമുഖമായിട്ട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് ഈ പറയുന്നത്, ചുമ്മാ അതങ്ങ് ഫലം പറഞ്ഞാൽ പോരായോ എന്ന് ചോദിക്കും. അങ്ങനെ ഫലം പറയുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം കൂടെ പറഞ്ഞതിന് ശേഷം ഈ ഫലങ്ങളേക്ക് പറഞ്ഞു തരാം. ഇപ്പം നിങ്ങൾ ഒരു കാർത്തിക നക്ഷത്രക്കാരനാണ് എന്ന് കരുതുക. ഉദാഹരണം ഒരാളെ എടുക്കുകയാണ്. കാർത്തിക നക്ഷത്രക്കാരനാണെങ്കിൽ ഇദ്ദേഹത്തിനൊരു 40 വയസ്സുണ്ടെന്ന് കൂടെ കരുതുക. ഇപ്പം കാർത്തിക നക്ഷത്രക്കാരൻ ജനിക്കുന്നത് ആദിത്യ ദശയിലായിരിക്കും ജനിക്കുന്നത്. 3 വയസ്സ് വരെ ആദിത്യദശ, അത് കഴിഞ്ഞാൽ 10 വയസ്സ് വരെ 13 വയസ്സ് വരെ ചന്ദ്രദശ, 20 വയസ്സ് വരെ ചൊവ്വാദശ, 18 വയസ്സ് വരെ 18 വർഷം 38 വയസ്സ് വരെ ഇദ്ദേഹത്തിന് രാഹുർദശ, 38 വയസ്സും 6 54 വയസ്സ് വരെ ഈ കക്ഷിക്ക് 38 വയസ്സ് മുതൽ 54 വയസ്സ് വരെ വ്യാഴദശയായിരിക്കും. ഒന്ന് നിസ്സാരമായൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ നിങ്ങൾ ഇത് കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഇതുപോലെ ഓരോ ഗ്രഹങ്ങളുടെയും ഞാൻ ഇതുപോലെ തന്നെ എഴുതി കാണിച്ചു തരാം. ഒരാളുടെയും കൂടെ ഉദാഹരണം ഞാൻ എഴുതി കാണിച്ചു തരാം. ഇതിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ കാർത്തിക നക്ഷത്രക്കാരൻ ഉദാഹരണമായിട്ട് എടുത്ത ഒരാൾക്ക് 40 വയസ്സുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് 38 വയസ്സ് മുതൽ 54 വയസ്സ് വരെ വ്യാഴദശാകാലം ആയിരിക്കും. അപ്പോൾ ഇദ്ദേഹം ജനിച്ചിരിക്കുന്നത് ഇടവ കൂറുകാരനാണെന്ന് വിചാരിച്ചു. ഇദ്ദേഹം കാർത്തിക മുക്കാലിൽ പെടുന്ന ആളാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ചന്ദ്രൻ ഇവിടെ ആയിരിക്കും. അപ്പം ചാരവശാൽ ഇദ്ദേഹത്തിന് വ്യാഴം 2ാം ഭാവത്തിൽ ധനസ്ഥാനത്തുണ്ട്. പക്ഷേ വ്യാഴം മകരൻ രാശിയിൽ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം ജനിച്ചിരിക്കുന്നതെങ്കിൽ ഇദ്ദേഹം വ്യാഴത്തിൻ്റെ ദശാകാലം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 38 വയസ്സ് മുതൽ 54 വയസ്സ് വരെ പെടാപ്പാട് 56 പെടും, വിഷമിക്കും, കഷ്ടകാലം അനുഭവിക്കും, കയ്യിലിരിക്കുന്നത് പോകും, ധനനഷ്ടം ഉണ്ടാവും, കയ്യിലിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള കാര്യങ്ങൾ സൗഭാഗ്യങ്ങളും പോകും, തൊഴിൽ പോകും, ഭാര്യ പോകും, കുട്ടികൾ പോകും, എല്ലാവരും ഒറ്റപ്പെടുത്തും. ആ 38 വയസ്സ് വരെ അദ്ദേഹം ഉണ്ടാക്കിയേക്കുന്ന എല്ലാ ഗുണങ്ങളുടെയും ഫലം ഈ 38 വയസ്സ് മുതൽ നഷ്ടപ്പെടും. എങ്ങനെ നഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ വ്യാഴം പ്രതികൂലത്തിൽ നിൽക്കുന്നതായതുകൊണ്ട് കക്ഷി പ്രത്യേകിച്ച് കാര്യങ്ങളും ചെയ്യുന്നില്ല, വഴിപാടുകൾ പ്രാർത്ഥന അല്ല ജാതകമൊന്നും നോക്കുന്നില്ല, നിരീശ്വരവാദത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ സമയമാകുമ്പോൾ കക്ഷിക്ക് അതല്ല, അദ്ദേഹം പ്രാർത്ഥന വഴിപാട് പൂജാതി കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ചെറിയ നേരിയ പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ തോന്നിപ്പിക്കും. സ്വസ്ഥതക്കുറവുണ്ടാവുക, പാഴ്ചെലവുകൾ വർദ്ധിക്കുക, എന്തെങ്കിലും കാര്യത്തിന് കടബാധ്യതകൾ കൂടി വരുന്നതായിട്ട് തോന്നുക, വീട്ടിൽ ദുരിതങ്ങളുണ്ടായി തോന്നുക. അപ്പോൾ ഇദ്ദേഹം ഒരു ജാതകം നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വിളിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ആ ദോഷഫലത്തിൻ്റെ ഒരു കാര്യവും കൊണ്ടാണ് നിങ്ങൾ പെട്ടെന്നൊരു വിഷ്ണു പൂജ അങ്ങ് ചെയ്യിപ്പിച്ചോളൂ എന്ന് ജ്യോത്സ്യൻ പറയും. അപ്പോൾ ഇതുവരെ ചെയ്തു വന്നിരിക്കുന്ന ഫലങ്ങളും നമ്മൾ അന്നേരം ചെയ്യുന്ന വിഷ്ണു പൂജയുടെ ഫലം കൂടെ ചേർത്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ദോഷകാലമാണെങ്കിൽ പോലും അത് അനുഭവത്തിൽ വരുന്നില്ല. മറ്റേവർക്കാണെങ്കിൽ ആ സമയത്ത് അനുഭവത്തിൽ വരികയും ദുരിതം അനുഭവിക്കുകയും ചെയ്യുമെന്നൊരു ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ അശ്വതിയിലോട്ട് നടന്നാൽ അശ്വതി നക്ഷത്രക്കാരനാണ്. ഇദ്ദേഹത്തിന് ഒരു 40 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. അശ്വതി ഭരണി കാർത്തികകാല്
ഇദ്ദേഹം കേതുവിൻ്റെ ദശയിലായിരിക്കും ജനിക്കുന്നത്. അശ്വതി നക്ഷത്രക്കാർ ജനിക്കുന്നത് കേതു ദശയിലാണ്. അതൊരു 3 വയസ്സ് വരെ കേതുവാണെന്ന് വിചാരിച്ചാൽ ഇപ്പം 40 വയസ്സുണ്ടെന്ന് വിചാരിക്കുക ആ കക്ഷിക്ക്. അപ്പോൾ 23 വയസ്സ് വരെ ശുക്രദശയായിരിക്കും ഈ കക്ഷിക്ക്. 29 വയസ്സ് വരെ ആദിത്യ ദശയായിരിക്കും. 39 വയസ്സ് വരെ ഇദ്ദേഹത്തിന് ചന്ദ്രദശാകാലമായിരിക്കും. അപ്പം 39 വയസ്സ് മുതൽ 46 വയസ്സ് വരെ ഇദ്ദേഹത്തിന് ചൊവ്വാദശാകാലം ആയിരിക്കും. അപ്പോൾ ചൊവ്വ ബലവാനായിട്ടൊക്കെ നിൽക്കുവാണ് ജാതകത്തിൽ എന്ന് വരിയിൽ ഇദ്ദേഹത്തിന് യാതൊരു കോട്ടവും സംഭവിക്കത്തില്ല. ഇദ്ദേഹത്തിന് തൊഴിൽ ഉയർച്ച ഉണ്ടാകും, പ്രൊമോഷൻ കിട്ടും, ഐശ്വര്യം ഉണ്ടാകും, ധനം വന്നു കയറും, ഭൂമി കിട്ടും. നമ്മുടെ ഭൂമി അതുകൂടാതെ ചിലപ്പം ഭാര്യ വീട്ടിൽ നിന്നും ഭൂമി തരും, അല്ലെങ്കിൽ അങ്ങനെ പലവിധത്തിലുള്ള ഐശ്വര്യങ്ങൾ വന്നു ചേരുകയൊക്കെ ചെയ്യും. ഇനി ഇദ്ദേഹം ഈ പറഞ്ഞ അശ്വതി നക്ഷത്രക്കാരന് ചന്ദ്രൻ ഇവിടെ നിൽക്കുന്ന സമയത്ത്, ഇപ്പം ചൊവ്വ ഇവിടെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ജനിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ചൊവ്വ നീചഭാവത്തിലായിരിക്കും. ഈ പറയുന്ന എല്ലാ വിധത്തിലുള്ള ദോഷദുരിതങ്ങളും വിഷമതകളും ക്രൂരകർമ്മങ്ങളും ഒക്കെ ചെയ്ത് പെട്ടിട്ട് എന്തെങ്കിലും കേസ് വഴക്ക് പ്രശ്നത്തിലൊക്കെ ചെന്ന് പെട്ടിട്ട് കുറേ കാലമൊക്കെ ജയിലിലൊക്കെ പോയി കിടക്കുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് ചൊവ്വയുടെ മാറ്റമൊക്കെ വരുമ്പോൾ ജാമ്യമൊക്കെ കിട്ടി പുറത്തു വരികയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിഷം മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകാമെങ്കിൽ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. നമ്മുടെ സമയദോഷത്തിൻ്റെ കാര്യങ്ങൾ ജാതകപരമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. ഇപ്പം നമ്മൾക്ക് പ്രധാനമായിട്ടുള്ള രാശിമാറ്റം വരുന്നത് മെയ് 30-ാം തീയതി ശുക്രൻ മേടത്തിലേക്ക് പ്രവേശിച്ചു. ഇന്ന് മുതൽ ഞാൻ മെയ് 30-നാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം മെയ് ഇങ്ങോട്ട് മാറി. ശുക്രൻ 29-ാം തീയതി ഇടവത്തിലോട്ട് മാറും. ആദിത്യൻ ഇപ്പോൾ നിലവിൽ ഇവിടെയാണ് നിൽക്കുന്നത്. ആദിത്യൻ സൂര്യൻ ഇടവമാസമാണ്. അപ്പം ഈ മാസം ജൂൺ മാസം 15-ാം തീയതി സൂര്യൻ ഇങ്ങോട്ട് മാറും. മെയ് 15-ാം തീയതി ചൊവ്വ ഇങ്ങോട്ട് മാറും. ബുധൻ മിഥുനത്തിലോട്ട് മാറും. ബുധൻ എന്ന് പറയുന്നത് ഗ്രഹം ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് മാറും, മിഥുനത്തിലേക്ക് മാറും. പിന്നെ 22-ാം തീയതി വീണ്ടും കർക്കിടകത്തിലേക്ക് മാറും ബുധൻ 2 രാശി പ്രകച്ച വരുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ. അപ്പോൾ ശുക്രൻ വീണ്ടും 29-ാം തീയതി ഇടവത്തിലേക്ക് മാറും. ഇത്രയും കാര്യങ്ങളെ കൊണ്ട് നമുക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ ഫലം പറയാൻ പോകുന്നത് അശ്വതി ഭരണി കാർത്തികകാലുകാർക്ക് ശുക്രൻ അവർക്ക് ജന്മത്തിലേക്ക് വരുന്നു. അവരുടെ ധനാധിപനും കളത്രപുത്രാധിപൻ, കളത്രം എന്ന് വെച്ചാൽ സന്താനങ്ങളും ഭാര്യ വിവാഹം, അതുപോലെ മംഗളകാര്യങ്ങൾ, ശുഭകാര്യങ്ങൾ, ഐശ്വര്യമുണ്ടാകുന്ന എല്ലാ വിധത്തിലുള്ള ഗ്രഹങ്ങൾ അശ്വതി ഭരണി കാർത്തികകാലിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാട്രിമോണിയൽ വഴിയോ മംഗല്യത്തിന് വേണ്ടിയിട്ട് വാക്കുറപ്പിക്കുന്നതിനും അതുപോലെ എന്തെങ്കിലുമൊക്കെ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും വീട് വാങ്ങുന്നതിനോ വീട് സംബന്ധമായിട്ടുള്ള പുതുക്കിപ്പണികൾക്കോ വാഹനം മാറ്റിയെടുക്കുന്നതിനൊക്കെയുള്ള ഒരു ത്വര മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വരും. ഇപ്പം കയ്യിലിരിക്കുന്ന ഒരു വണ്ടി പെട്ടെന്ന് നമുക്കൊന്ന് മാറ്റിയെടുത്ത് കാറൊന്ന് മാറ്റിയെടുക്കണം എന്നൊരു തോന്നൽ ഇപ്പോൾ വന്നിരിക്കും. നിങ്ങൾ ഏത് അശ്വതി ഭരണി കാർത്തികകാരെടുത്തോ നിങ്ങൾക്ക് വീടുണ്ടെങ്കിൽ വീടിൻ്റെ ഒരു മോഡിഫിക്ക് നടത്തണം, അല്ലെങ്കിൽ വീട് വാങ്ങണം, വീടിനൊരു പുതുക്കിപ്പണി നടത്തണം, അല്ലെങ്കിൽ വാഹനം മാറ്റിയെടുക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്ത, വീട്ടുപകരണങ്ങളൊക്കെ മേടിക്കണം എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഈ മാസത്തിൽ വന്നിരിക്കും എന്നുള്ളതാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. യാതൊരു സംശയവും വേണ്ട. ഈ സമയത്ത് അതാണ് പറയുന്നത്. അപ്പം മേടക്കൂറുകാർക്ക് ശുക്രന്റെ പ്രവേശം ഇങ്ങോട്ട് വരികയും 1, 2, 3, 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ 5-ാം ഭാവത്തിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു മാസമാണ് ഈ ജൂൺ മാസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ഫലസിദ്ധി എന്ന് പറയുന്നത് നമുക്ക് എല്ലാ വിധത്തിലുള്ള ആകർഷകത്വവും ധനപരമായിട്ടുള്ള പുരോഗതി, വാഹനത്തിൻ്റെ പുരോഗതി, സർവൈശ്വര്യം, അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് തൊഴിൽപരമായിട്ടുള്ള പുരോഗതി, മംഗല്യം നടക്കാതിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് മംഗല്യ സംബന്ധമായിട്ടുള്ള ഗുണങ്ങളും എല്ലാം വന്നു ചേരുന്ന ഒരു മാസമായിട്ട് വേണം ഈ ഒരു മാസത്തെ കണക്കൂട്ടാൻ. ഒരു മാസത്തെ കണക്കൂട്ടാനൊക്കെ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ധനസ്ഥാനത്തേക്ക് മാറും. അങ്ങനെ എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ മേടത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇങ്ങോട്ട് മാറും. അതുവരെ നിങ്ങൾക്ക് വളരെയധികം ഐശ്വര്യപ്രദമായിരിക്കുമെന്നും സർവ്വ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നും സൗന്ദര്യം വർദ്ധിപ്പിക്കണമെന്നൊക്കെ തോന്നിപ്പിച്ച് നമ്മൾ കുറച്ച് കാശൊക്കെ അതിനു വേണ്ടി ചിലവാക്കുമൊക്കെ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു സമയമാണെന്നും, അപ്പോൾ വാഹനങ്ങളൊക്കെ മാറിയെടുക്കണമെന്നൊക്കെയുള്ള തോന്നലൊക്കെ ഉണ്ടാകും. അങ്ങനെ ഗൃഹോപകരണങ്ങളൊക്കെ മാറ്റിയെടുക്കണമെന്നും ഗൃഹത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തണമെന്നും വീട് വാങ്ങണമെന്നും വീടിനൊക്കെ അഡ്വാൻസ് ഒക്കെ കൊടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിനൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണെന്നൊക്കെയാണ് ഇപ്പം നമുക്ക് മേടക്കൂറുകാർക്ക് പറയാൻ. അശ്വതി ഭരണി കാർത്തികകാലുകാരായിട്ടുള്ള മേടക്കൂറുകാരുടെ വിശേഷ ഫലസിദ്ധി പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇടവക്കൂറുകാർ ചിന്തിക്കണം. നിങ്ങൾ ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം നോക്കിക്കണം. ശുക്രൻ മേടക്കൂറുകാർക്ക് ശനി 12-ലും വ്യാഴം 3-ലും രാഹു 11-ലും കേതു 5-ലും ചൊവ്വ 4-ൽ നിൽക്കുന്നത് ഇങ്ങോട്ട് മാറുന്നു. അപ്പം ഇതും പ്രകാരമുള്ള ഫലങ്ങൾ കൂടി ചിന്തിച്ച് വേണം നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കാൻ. രാഹു 11-ൽ നിൽക്കുന്നത് നമുക്ക് ലാഭസ്ഥാനത്താണ്, നല്ലതാണ്. ശനി 12-ൽ നിൽക്കുന്നത് നല്ലതാണ്. വ്യാഴം 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര വലിയ കുഴപ്പമില്ലെങ്കിൽ പോലും ഈ
6-ാം ഭാവമോ 8-ാം ഭാവമോ ഒന്നും അല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യാധിപനാണ്. മേടക്കൂറുകാരുടെ ഭാഗ്യാധിപൻ ആരാണ്? വ്യാഴമാണ്. വ്യാഴമാണ് 3-ാം ഭാവത്തിൽ പോയി നിൽക്കുന്നത്. കുറച്ച് ദോഷ സമയമാണെന്നേ പറയാനൊക്കത്തുള്ളൂ. വ്യാഴത്തിൻ്റെ കൊണ്ട് കുറച്ച് ദോഷമുണ്ട്. ചൊവ്വയെ കൊണ്ടുള്ള ദോഷം ഇപ്പം മാറാൻ പോവാണ്. ജൂൺ മാസം 6-ാം തീയതി അത് മാറിയിട്ട് നിങ്ങൾക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള കേസുകൾ, പ്രശ്നങ്ങൾ, വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി എല്ലാം ശരിയായി വരുന്നൊരു സമയമാണ്. വല്ല കേസ് വഴക്കിലൊക്കെ പെട്ട് വല്ല ജയിലിലോ എല്ലാം കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് വരിക, അവർക്ക് ജാമ്യമൊക്കെ കിട്ടുന്നൊരു സമയമായിട്ട് വേണം ഇപ്പം അതിനെ കണക്കൂട്ടാൻ മേടക്കൂറുകാരായിട്ടുള്ളവർക്ക്. ഇടവക്കൂറുകാർക്ക് ഇപ്പം നിലവിൽ ശുക്രൻ 12-ാം ഭാവത്തിലും വ്യാഴം 2-ാം ഭാവത്തിലും നിൽക്കുന്ന ഒരു സമയമാണ്. ഈ ഇവിടെ നിൽക്കുന്ന ആദിത്യൻ ധനസ്ഥാനത്തോട്ട് മാറുന്നുണ്ട്. നിങ്ങളുടെ 4-ാം ഭാവാധിപൻ ധനസ്ഥാനത്തോട്ട് മാറുന്നുണ്ട്. ഇടവക്കൂറുകാർക്ക് ഉള്ള പ്രശ്നം ആയിട്ട് നമുക്ക് പറയാനുള്ളത്, അവർക്ക് 4-ാം ഭാവത്തിൽ കേതു, കർമ്മഭാവത്തിൽ രാഹു നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇടവക്കൂറുകാർക്ക് വ്യാഴം 12-ൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ധനലാഭം പറയുന്നുണ്ട്. അത് വ്യാഴത്തിനെ കൊണ്ടുമാണ് പറയുന്നത്. ശുക്രൻ 12-ൽ നിന്നാലും വ്യാഴം 2-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടും ധനലാഭം പറയുന്നുണ്ട്. ശയനസുഖം ഉണ്ടാകുമെന്നും വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനുള്ള സാധ്യതയുണ്ടെന്നും വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടവക്കൂറുകാർക്ക് അവിടെ തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുമെന്നും കുട്ടികളായിട്ടുള്ളവർക്ക് വിദ്യാഭ്യാസമായിട്ടുള്ള പുരോഗതിയും അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഉയർച്ച പഠനരംഗത്ത് ഉണ്ടാകുമെന്നും ആർക്ക് കാർത്തിക, മുക്കാല്, രോഹിണി, മകേരത്തര വരുന്ന ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ ഉണ്ടാകുമെന്നുമാണ് ഈ രാശിചക്ര ഫലസ്ഥിതി പറയുന്നത്. കാരണം ചൊവ്വയുടെ രാശിമാറ്റമുണ്ട്. 4-ൽ കേതു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗണപതി ഹോമമാണ് വഴിപാടായിട്ട് ചെയ്യേണ്ടത്, പരിഹാരമായിട്ട് കാണുന്നത്. ഗണപതി ഹോമം പ്രധാനമായിട്ട് ചെയ്യുക. നിങ്ങളുടെ താമസിക്കുന്ന വീട്ടിൽ തന്നെ ഗണപതി ഹോമം ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് അങ്ങനെ ചെയ്യുക. കർമ്മത്തിൽ നിൽക്കുന്ന രാഹുവിന് നാഗപ്രീതി വരുത്തി പ്രാർത്ഥിക്കുക. ഇത് 2 വഴിപാടുകൾ പ്രധാനമായിട്ട് ചെയ്യണം. കണ്ടകശിനി ദോഷമില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. ശിവഭജന ഉത്തമമായിരിക്കും. ധനസ്ഥാനത്തോട്ടാണ് ആദിത്യൻ്റെ മാറ്റം. അപ്പോൾ ഇടവക്കൂറുകാർക്ക് പൊതുവെ ഈ മാസം വളരെയധികം ഉത്തമമായിരിക്കും എന്നുള്ള ഒരു ഭാവമാണ് കാണിക്കുന്നത്. മേടക്കൂറുകാർക്കുള്ള ദോഷഫലമായിട്ട് നിങ്ങൾ 7 കണ്ടകാല ശനി ഉള്ളതുകൊണ്ട് നീലാഞ്ജന വിളക്ക് കത്തിക്കുക. രാഹു 11-ൽ നിൽക്കുന്നതുകൊണ്ടും കേതു 5-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങളുടെ സന്താനങ്ങളുടെ പേരിൽ ഗണപതി ഹോമം ചെയ്യുക. ഗണപതിക്ക് നാളികേരമൊക്കെ ഉടച്ച് പ്രാർത്ഥിക്കുന്നതും മനഃശാന്തിക്കും നല്ലതായിരിക്കും. അടുത്തതായിട്ട് മിഥുനക്കൂറുകാർക്ക് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്ക് ശുക്രൻ 11-ൽ, ആദിത്യൻ ജൂൺ മാസം 15-ാം തീയതി ഇങ്ങോട്ട് വരും. നിങ്ങളുടെ ധനസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ നീചം വിട്ട് 3-ാം ഭാവത്തിലേക്ക് മാറുന്നു. ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു സമയമായിട്ട് വേണം നമുക്കിപ്പോൾ മിഥുനക്കൂറുകാരുടെ സമയം കാണാനായിട്ട്. വ്യാഴത്തിൻ്റെ സ്ഥിതി ലഗ്നത്തിലുണ്ട്. അത് ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കൂടുതലായിട്ട് അതിനൊരു ദോഷം പറയുന്നുണ്ട്. ലഗ്നത്തിൽ ആദ്യം വ്യാഴം നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ദോഷഫലം പറയുന്നുണ്ട്. പക്ഷേ മിഥുനക്കൂറുകാർക്ക് എപ്പോഴും 7-ാം ഭാവാധിപനും കർമാധിപനുമായിരിക്കും. നിങ്ങൾക്ക് കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറയാറുണ്ട്. എങ്കിലും മിഥുനത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പറയുന്ന 3-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. ശുക്രൻ 11 ധനലാഭം ഉണ്ടാകുമെന്നും രാജസമ്മാനം എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. രാജസമ്മാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാജാവിൻ്റെ സമ്മാനം എന്താണ്? സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടുക, പ്രൊമോഷൻ കിട്ടുക, തൊഴിലിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകൾക്ക്, സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക്, മകേരത്തരയും തിരുവാതിരയും പുണർതൽ മുക്കാലുകാർക്ക് തൊഴിൽപരമായിട്ടുള്ള ഗുണം ഉണ്ടാവുക. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ സ്ഥിതി ഉള്ളത് കൊണ്ട് നമുക്ക് തീർത്ഥാടന യാത്രകളൊക്കെ പോകാനൊക്കെ തോന്നുക. അതുപോലെ തന്നെ സാഹിത്യം, കലാപരമായിട്ടുള്ള പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നവരിൽ അവർക്ക് ഒരു ഉറപ്പായിട്ടും ഒരു ഗുണകരമായിട്ടുള്ളൊരു സമയമായിട്ടാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. അപ്പം മിഥുനക്കൂറുകാർക്ക് പൊതുവെ നല്ല സമയമായിട്ടാണ് ഈ പറയുന്ന ജൂൺ മാസ ഫലം പറയുന്നത്. നിങ്ങൾക്ക് കണ്ടകശിനി ഉള്ളതിനാൽ ഹനുമാൻ സ്വാമി പൂജയ്ക്ക് ചെയ്യുക പ്രധാനമായിട്ട്. അതുകൂടാതെ നീലാഞ്ജന വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ദോഷഫലങ്ങൾക്ക് വിട്ടൊഴിഞ്ഞു മാറുന്നതിന് വളരെയധികം നല്ലതായിരിക്കും. കർമ്മരാശിയിലാണ് നിൽക്കുന്നത്. 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് രാഹുവിൻ്റെ സ്ഥിതിയുണ്ട്. 3-ാം ഭാവത്തിൽ കേതുണ്ട്. അപ്പോൾ കുടുംബദേവതാ ക്ഷേത്രത്തിലും മാതൃപിതൃ കുടുംബദേവതാ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് നാഗപ്രീതി വരുത്തുക. അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ നാഗപ്രീതി വരുത്തുക. അമ്മയുടെ കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ഗണപതിക്ക് നാളികേരം ഉടച്ച് ഗണപതി പൂജയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. അപ്പം മിഥുനക്കൂറുകാർക്കും ജൂൺ മാസം വളരെയധികം ഉത്തമമായിട്ട് പറയുന്നുണ്ട്. ദോഷങ്ങൾക്കുള്ള പ്രതിവിധി പറയുന്നുണ്ട്. കർക്കിടകക്കൂറുകാർക്ക് നിങ്ങൾക്ക് പ്രധാനമായിട്ട് ഇപ്പോൾ വ്യാഴം 12-ലാണ് നിൽക്കുന്നത്. ചൊവ്വ നീചത്തിൽ നിൽക്കുന്നുണ്ട്. ജൂൺ മാസം 6-ാം തീയതി ചൊവ്വ 2-ാം ഭാവത്തിലേക്ക് വരുന്നത് കർക്കിടകക്കൂറുകാർക്ക് 12-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതി ഉണ്ടെങ്കിലും അതിനെ എല്ലാം കടത്തിവെട്ടുന്ന ഒരു അനുഗ്രഹമാണ് ഇപ്പോൾ ചൊവ്വയുടെ മാറ്റം കൊണ്ട് വരാൻ പോകുന്നത്. ശുക്രൻ 10-ലേക്കും വരുന്നുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വ്യാഴം കർക്കിടകക്കൂറുകാർക്ക് ഒരു രക്ഷ ഉണ്ടാകുന്ന സമയമാണ്. ആരൊക്കെയാണ് കർക്കിടകത്തിൽ വരുന്നത്? പുണർത്തത്തിൽക്കാരും പൂയോ ആയില്യം വരുന്ന കർക്കിടകക്കൂറുകാർക്ക് വളരെ ഐശ്വര്യം, ഭാഗ്യം, ധനയോഗം, അതുപോലെ തന്നെ 2-ാം ഭാവത്തിൽ കേതു നിപ്പുണ്ട്. അത് പിന്നീട് പറയാം. ഇവിടെ നിപ്പുണ്ട്, അത് ഞാൻ പറയാം. അപ്പം ഗുണമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ദോഷമായിട്ടുള്ളത് വ്യാഴം 12-ലും കേതു 2-ലും നിൽക്കുന്ന ഒരു ദോഷം നിലവിലുണ്ട്.
അത് മനസ്സിലാക്കി വെക്കണം. ശനി മാറി നിൽക്കുകയാണ്, അഷ്ടമശനി ഉണ്ടായിരുന്നത് മാറി നിൽക്കുകയാണ്, ഭാഗ്യസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. അപ്പം നിങ്ങളുടെ പ്ലസ് പോയിന്റ് ആയിട്ട് പറയുന്നത് നിങ്ങളുടെ യോഗകാരകനായിട്ടുള്ള ആൾ ധനസ്ഥാനത്തോട്ട് വരുന്നതോടുകൂടി ധനപരമായിട്ടുള്ള മെച്ചം കാര്യമായിട്ട് വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. നല്ല സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ ശുക്രൻ 10ാം ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് അതീവമായിട്ടുള്ള ഒരു ഫലസിദ്ധി, ധനപുരോഗതി, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ധനപുരോഗതി വരുന്നതിന് കാരണമായിട്ട് അവർക്ക് തൊഴിലിനൊക്കെ നേടാൻ വേണ്ടിയിട്ടൊക്കെ വിദേശത്തൊക്കെ കടന്നിട്ട് ഒരു കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്കിപ്പോൾ വിദ്യാഭ്യാസം കൊണ്ടുള്ള പുരോഗതിയിൽ നിന്നും ധനപുരോഗതി ഉണ്ടാകുമെന്നാണ് ഈ മാസം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നക്ഷത്രക്കാർ, ഇന്നാൾ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു, ഈ പ്രായമായവരുടെ കാര്യം എന്താ പറയാത്തതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ വയസ്സ് വ്യത്യാസം വരുന്നതിൻ്റെ കാര്യം ഇപ്പം നമ്മൾ അതിലോട്ട് പോയാൽ ഒരുപാട് സമയം അങ്ങോട്ട് പോകും. അപ്പം ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള ഒരാൾക്ക് ഇപ്പം ഒരു 60 വയസ്സുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഇപ്പം നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, അവർ ജനിച്ചത് ആയില്യം തൃക്കേട്ട ബുധൻ്റെ ദശയിലായിരിക്കും ജനിച്ചത്. ബുധൻ കഴിഞ്ഞു, കേതു കഴിഞ്ഞു, ശുക്രൻ 35 വയസ്സിൽ ശുക്രൻ കഴിഞ്ഞു, 41 വയസ്സിൽ ആദിത്യൻ, 51 വയസ്സിൽ ചന്ദ്രൻ, ചൊവ്വ 58 വയസ്സ് വരെ ചൊവ്വ, 58 വയസ്സ് മുതൽ രാഹു. അപ്പം 58 വയസ്സ് മുതൽ അദ്ദേഹത്തിന് രാഹുവിൻ്റെ ഒരു ദശാകാലമായിരിക്കും. ചുമ്മാ ഉദാഹരണം പെട്ടെന്ന് പറഞ്ഞാൽ, അപ്പം 58 വയസ്സുള്ള ഒരാളിന് ഇപ്പോൾ നമുക്ക് വരുന്ന രാഹുവിൻ്റെ സ്ഥിതിയും കൂടെ അനുസരിച്ചായിരിക്കും അവരുടെ ഗുണദോഷ ഫലങ്ങൾ അവിടെ പ്രധാനമാകുന്നത്. അപ്പം കർക്കിടക കൂറുകാരായിട്ടുള്ള നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അനുകൂലമായ സ്ഥിതി ഇപ്പോൾ സംജാതമാകുമെന്നും കർമ്മ ഒരു പുരോഗതി ഉണ്ടാകുമെന്നും കർമ്മത്തിൽ ശുക്രൻ വരുന്നതോടുകൂടി തൊഴിൽ നേട്ടം ഉണ്ടാകുമെന്നും ഈ അഗ്നിയുമായി ബന്ധപ്പെട്ടുള്ള ജോലി ചെയ്യുന്ന വെൽഡിംഗ് വർക്ക്ഷോപ്പുകാർ, പാചക തൊഴിലാളികളായിട്ടുള്ളവർ, പെയിന്റ് അടിക്കാർ, വെൽഡിംഗ് വർക്ക്ഷോപ്പുകാർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇച്ചിരി ദോഷമായിട്ട് നിന്നതിന് ചെറിയൊരു മാറ്റം വന്നിട്ട് ഇപ്പോൾ ഒരു അനുകൂലം വരും. ഇപ്പോൾ അവർക്ക് ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയമാണ്, തൊഴിലൊക്കെ ഇല്ലാതെ വീട്ടിൽ മാറിയിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ പോലും ധനപുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമായിട്ടാണ് നമുക്ക് കാണുന്നത്. പാചക തൊഴിലാളികൾ, ബിൽഡിംഗ് വർക്കുകാർ, അതുപോലെ തന്നെ വെൽഡിംഗ് വർക്ക്ഷോപ്പുകാർ നടത്തുന്നവർ, വാഹനവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഇപ്പോൾ ഇച്ചിരി വിഷമസ്ഥിതിയുള്ള സമയമാണ്. ഈ മഴക്കാലം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് ആ ഒരു കാലഘട്ടത്തിൽ നിന്നും ഒരു ചെറിയ മാറ്റം ഈ മാസം ജൂൺ മാസം കഴിയുന്നതോടുകൂടി വരുമെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. നിങ്ങൾക്ക് 2ാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ സ്ഥിതി മാറാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ ക്ഷേത്രത്തിൽ തന്നെ ഗണപതി ഹോമം നടത്തുന്നത് നല്ലതായിരിക്കും. അതില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക, കുടുംബദേവതാ പ്രീതി വരുത്തുക, 12ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദോഷം മാറുന്നതിന് വേണ്ടിയിട്ട് വിഷ്ണു പൂജ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇപ്പം ശനിയെ നമുക്ക് തൊടാൻ പോകേണ്ട കാര്യമില്ല, ശനി പോയിട്ട് അഷ്ടമശനിയോ കണ്ടകശനിയോ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കർക്കിടക കൂറുകാർക്ക് ഒരു പ്ലസ് പോയിന്റ് പറയുന്നൊരു സമയമാണ്. ചിങ്ങക്കൂറുകാർ പ്രധാനമായിട്ട് മനസ്സിലാക്കണം, നിങ്ങൾക്ക് നേരെ ഭാഗ്യസ്ഥാനത്തേക്കാണ്. നിങ്ങൾക്ക് അഷ്ടമത്തിലായിരുന്നു, ഇപ്പോൾ ശുക്രൻ നിന്നത് അത് മാറിയിട്ട് അങ്ങോട്ട് മാറുന്നുണ്ട്. അതുകൂടാതെ ചിങ്ങക്കൂറുകാർക്ക് ചൊവ്വ ഇങ്ങോട്ട് മാറുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഗുണമായിട്ടുള്ള കാര്യം ആദ്യം പറയാം. ദോഷമായിട്ട് കേതു നിങ്ങളുടെ ജന്മരാശിയിൽ നിൽപ്പുണ്ട്, കേതു രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടുള്ള പ്ലസ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ലാഭസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ സ്ഥിതിയുണ്ട്, അതുപോലെ ലാഭസ്ഥാനത്തേക്ക് ആദിത്യൻ്റെ സ്ഥിതി മാറുന്നുണ്ട്, ശുക്രൻ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു എന്നുള്ളൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. അതുകൂടാതെ നിങ്ങളുടെ യോഗകാരകനായിട്ടുള്ള, അതായത് ചിങ്ങക്കൂറുകാരുടെ യോഗകാരകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൊവ്വയാണ്. മകം പൂര ഉത്രത്തിക്കാലുകാർക്ക് ചൊവ്വ ഇങ്ങോട്ട് വരുന്നതോടുകൂടി അതിശക്തമായിട്ടുള്ള ഫലസിദ്ധിയാണ് വരാൻ പോകുന്നത്. ഭാഗ്യം കൊണ്ട് ഉണ്ടാകുക. ആദ്യം കുട്ടികളുടെ കാര്യം പറയുന്നുണ്ട്, വിദ്യാഭ്യാസപരമായിട്ട് നിൽക്കുന്ന ഇപ്പം നമ്മുടെ സ്കൂൾ തുറപ്പ് മാസമൊക്കെയാണല്ലോ വരാൻ പോകുന്നത്. അപ്പം മികച്ച നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളുകളിൽ തന്നെ നിങ്ങൾക്ക് പ്രവേശനം കിട്ടുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഇച്ചിരിയുടെ ഹയർ എഡ്യൂക്കേഷനൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ അതിനുള്ള അനുകൂലമായിട്ടുള്ള സമയം ഉണ്ടാകുമെന്നും ധനപുരോഗതി ഉണ്ടാകുമെന്നും മകം പൂര ഉത്രത്തേക്കാലുകാർക്ക് ധനപുരോഗതി ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ സർക്കാർ സംബന്ധമായിട്ടുള്ള ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിന് വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ടും അതുപോലെ തന്നെ ഐശ്വര്യവും കീർത്തിയും വന്നു ചേരുമെന്നും അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെ പറയുന്നുണ്ട്. ഈ ജൂൺ മാസത്തിലെ ഫലം പറയുന്നത് കേതുവിൻ്റെ ദോഷം വിട്ടൊഴിഞ്ഞു മാറാൻ ഗണപതി പൂജ ചെയ്ത് പ്രാർത്ഥിക്കുക, നാഗപ്രീതി വരുത്തുക. പ്രധാനമായിട്ട് ഈ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുക. ചൊവ്വ ഓജരാശിയിലായ ഇങ്ങോട്ട് വരുന്നതിൻ്റെ പേരിൽ സുബ്രഹ്മണ്യ ഭജനം ചെയ്യുന്നതും നിങ്ങളുടെ ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞു മാറാൻ നല്ലതായിരിക്കും. അടുത്തതായിട്ട് കന്നിക്കൂറുകാരുടെ ഫലം പറയുന്നത്, കന്നിക്കൂറുകാർക്ക് അഷ്ടമത്തിലേക്കാണ് ശുക്രന്റെ പ്രവേശം, 12ലേക്ക് ചൊവ്വ മാറുന്നുണ്ട്. ഈ 2 ദോഷസ്ഥിതിയാണ്. നിങ്ങൾക്ക് ശുക്രന്റെയും ചൊവ്വയുടെയും രാശിമാറ്റം കൊണ്ട് കന്നിക്കൂറുകാർക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം അല്ല. പക്ഷെ നിങ്ങൾക്ക് കാണുന്നൊരു കാര്യം, ഇപ്പം കണ്ടകശനിയും കൂടെ ഉണ്ട്, പക്ഷെ വ്യാഴമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലും കർമ്മഭാവത്തിൽ നിന്ന് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ദുരിതങ്ങൾ, കന്നിക്കൂറുകാരെന്ന് പറയുന്നത് ഉത്തരത്തെ മുക്കാൽ അത്തം ചിത്തിരാര വരുന്ന കന്നിക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ആനുകൂല്യം വളരെയധികം പ്രധാനമായിട്ട് ഇപ്പം നിൽക്കുകയാണ്. അപ്പം വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഉള്ളതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ദോഷങ്ങൾക്കുള്ള പ്രതിവിധിയായിട്ട് നിങ്ങൾ വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുക. കന്നിരാശിയിൽ വരുന്ന
ഉത്രത്തെ മുക്കാൽ അത്തം ചിത്തിര വരെ വരുന്ന നക്ഷത്രക്കാർക്ക് ഒരു ഇച്ചിരി ദോഷം പറയാവുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. ദോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പ്രവൃത്തിയിലാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രവൃത്തിയിലൊക്കെ ഇച്ചിരി ദുരിതം വരാൻ സാധ്യതയുള്ളതായിട്ടും ധനനഷ്ട യോഗമൊക്കെ വരാനൊക്കെയുള്ള സാധ്യതയാൽ അതൊക്കെ സൂക്ഷിച്ച് പെരുമാറുക. നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളുടെയും പരിഹാരമായിട്ട് വിഷ്ണു പ്രീതി വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക. തുലാക്കൂറുകാർക്ക് ഏറ്റവും നല്ല ഒരു അനുകൂല ഭാവമായ ഒരു ഭാവമാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. പൊതുവെ വ്യാഴത്തിൻ്റെ സ്ഥിതി 9-ലുണ്ട്, ഭാഗ്യസ്ഥാനത്തുണ്ട്. അതുപോലെ തന്നെ ചൊവ്വ 11-ലേക്ക് ലാഭസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. ശുക്രൻ 7-ാം ഭാവത്തിലേക്ക് വരുന്നുണ്ട്. പൊതുവെ നേരത്തെ ശുക്രന് മേടക്കൂറുകാർക്ക് പറഞ്ഞ അതേ ഫലം തന്നെ ശുക്രൻ ഇങ്ങോട്ട് മാറുന്നത് കൊണ്ടുള്ള ഗുണഫലം തുലാക്കൂറുകാർക്കും കിട്ടും. കാരണം ശുക്രൻ നേരെ 7-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ 7-ാം ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുത്ര പൗത്ര ധനധാന്യ യോഗം ഉണ്ടാകുമെന്നും മംഗല്യ യോഗം സിദ്ധിക്കുമെന്നും ഭൂമിലാഭം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ തൊഴിൽ പുരോഗതി ഉണ്ടാകുമെന്നും കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസ യോഗ്യതകൾക്കും സ്ഥാനം കയറ്റം ഉണ്ടാകുന്നതിനുള്ള യോഗ്യത ഉണ്ടാകുമെന്നും നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കൊക്കെ നമുക്ക് ഉപരിപഠനത്തിന് പോകാൻ സാധിക്കുമെന്നൊക്കെ ഈ സമയത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ദോഷമായിട്ട് ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്നത് ശനിദോഷമൊന്നുമില്ല. ദോഷമായിട്ട് നമുക്ക് പറയാം 1, 2, 3, 4, 5-ാം ഭാവത്തിലും 11-ാം ഭാവത്തിലും കേതു നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു നമുക്ക് ദോഷമാണ്. 11-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവും കുറച്ച് ദോഷമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ 2 ദോഷ പരിഹാരമായിട്ട് നിങ്ങൾ പ്രധാനമായിട്ട് ഭാഗ്യസ്ഥാനത്തേക്കുന്ന വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് വിഷ്ണു പൂജ സ്ഥിരമായിട്ട് മാസം തോറും ചെയ്യുക. ശുക്രന്റെ ആനുകൂല്യമുണ്ട്. ശനി 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പം നാഗപ്രീതി വരുത്തുക, ശിവഭജനം ചെയ്യുക, രുദ്രസൂക്ത മന്ത്രം കൊണ്ട് ധാര ചെയ്യുക. ഇത്രയാണ് തുലാക്കൂറുകാർ ചെയ്യേണ്ടത് ഈ ജൂൺ മാസത്തെ ഫലമായിട്ട് പറയുന്നത്. അടുത്തതായിട്ട് വൃശ്ചികക്കൂറുകാർക്ക് പറയുന്നത്, വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം അഷ്ടമത്തിലാണ് നിലവിൽ നിൽക്കുന്നതെന്ന് നമുക്കറിയാം. വ്യാഴത്തിൻ്റെ രാശിമാറ്റം അവർക്ക് ഇച്ചിരി ദോഷമാണ് വൃശ്ചികക്കൂറുകാർക്ക്. നിങ്ങൾക്ക് ശുക്രൻ ഇപ്പം മാറുന്നത് ഈ ഒരു മാസത്തേക്ക് മാറുന്നത് 6-ാം ഭാവത്തിലേക്കാണ്. കർമ്മരാശിയിൽ ആര് നിൽപ്പുണ്ട്? കേതു നിൽപ്പുണ്ട്. രാഹു 4-ാം ഭാവത്തിൽ നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് വരുന്നത് വൃശ്ചികക്കൂറുകാർക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് ഇപ്പോൾ വരുന്നത് ചൊവ്വയുടെ രാശിമാറ്റം നിങ്ങൾക്ക് കർമ്മരാശിയിൽ വരുന്നതിനാൽ വളരെയധികം ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് ഉത്തമമായിരിക്കും. അപ്പോൾ ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് ഉത്തമമായിട്ട് നിങ്ങൾക്ക് വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എത്ര വയസ്സുണ്ടോ അത്രയും വയസ്സ് കണക്കൂട്ടിയുള്ള ഒരു നാരങ്ങാമാല സുബ്രഹ്മണ്യ സ്വാമിക്ക് ചാർത്തുക. അതുപോലെ തന്നെ ഗണപതി ഹോമം ചെയ്യുക, നാഗപ്രീതി വരുത്തുക. വ്യാഴം അഷ്ടമത്തിൽ മറഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് വിഷ്ണു പൂജ ചെയ്യുക. വൃശ്ചികക്കൂറുകാർക്ക് ഈ മാസം പൊതുവെ കുറച്ച് ദോഷഫലങ്ങൾ പറയുന്നുണ്ട്. ചൊവ്വയെ കൊണ്ട് മാത്രമേ ഒരു അനുകൂല ഫലം നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ശുക്രൻ ഈ വരുന്ന ഇടവ മാസത്തിലേക്ക് മാറുന്നതോടുകൂടി, ഇടവ മാസം എന്ന് പറഞ്ഞാൽ ഈ മാസം ജൂൺ മാസം 29-ാം തീയതിയോടുകൂടി വിശാഖത്തിൽ കാലും മനുഴവും തൃക്കേട്ടയും വരുന്ന വൃശ്ചികക്കൂറുകാർക്ക് സമയത്തിന് മാറ്റം വരുന്നുണ്ട്. അനുകൂലമായിട്ടുള്ള ഗുണങ്ങൾ വരുന്നുണ്ട്, ഭാഗ്യം വരുന്നുണ്ട്, ധനയോഗം വരുന്നുണ്ട്, ഐശ്വര്യം വരുന്നുണ്ട്. ഈ മാസം ഇച്ചിരി ദോഷമുണ്ട്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ധനക്കൂറുകാരുടെ ഫലം പറയുന്നു. നിങ്ങൾക്ക് ധനക്കൂറുകാർക്ക് ശുക്രൻ 5-ല്, അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്തേക്ക് ചൊവ്വയുടെ മാറ്റം വരുന്നുണ്ട്. വ്യാഴം നിലവിൽ 7-ാം ഭാവത്തിലുണ്ട്. അപ്പം മൂലം പൂരാട ഉത്രാടത്തിൽ കാലുകാർക്ക് അനുകൂലമായിട്ടുള്ള ഫലസിദ്ധി എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഗുണമുണ്ട്. നിങ്ങൾക്ക് കണ്ടകശിനിയുടെ ഒരു ദോഷം നിലവിൽ നിൽപ്പുണ്ട്. അപ്പം നീലാഞ്ജന വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമി പൂജ ചെയ്ത് പ്രാർത്ഥിക്കുക. ചൊവ്വ ഭാഗ്യസ്ഥാനത്തേക്ക് ഗോചരാശിയിൽ വരുന്നത് കൊണ്ട് ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിനും സന്താന പുരോഗതിക്കും സർവ്വ ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് സുബ്രഹ്മണ്യ സ്വാമി ഭജനം ചെയ്യുക. അല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് കേതു ആയതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവിൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥിച്ച് വിളക്ക് കത്തിച്ച് പായസം പുഷ്പാഞ്ജലിയൊക്കെ വഴിപാട് ചെയ്യണമെന്നുള്ളതാണ്. ധനുക്കൂറുകാർക്ക് സമയദോഷമില്ല. ചിങ്ങമാസം അവർക്ക് ധനുമാസം വളരെയധികം ഉത്തമമായിട്ടാണ് കാണുന്നത്. അടുത്തതായിട്ട് മകരക്കൂറുകാർക്ക് നിങ്ങൾക്ക് 4-ാം ഭാവത്തിലേക്കാണ് ശുക്രൻ്റെ രാശിമാറ്റം. അത് വളരെയധികം നല്ലതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ നീചത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദൃഷ്ടി അവിടുന്ന് മാറിയിട്ടും അഷ്ടമത്തിലേക്ക് മാറുന്നുണ്ട്. പൊതുവിൽ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നത് ശുക്രൻ്റെ ഒരു രാശിമാറ്റമാണ് പ്രധാനമായിട്ട് കാണുന്നത്. ശനിയുടെ ഒരു രാശിമാറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് കാണുന്നുണ്ട്. വ്യാഴം നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് 6-ാം ഭാവത്തിലാണ് കാണുന്നത്. അപ്പോൾ മകരക്കൂറുകാർക്ക് പ്രധാനമായിട്ട് ഒരു അനുകൂലം ശുക്രനെ കൊണ്ടാണ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പം ലക്ഷ്മി ദേവിക്ക് താമരമൊട്ട് കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക, അല്ലെങ്കിൽ ശ്രീസൂക്തം വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക, വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുക. ഈ 2-ാം ഭാവത്തിൽ നിൽക്കുന്നത് കുടുംബക്ഷേത്രത്തിൽ തന്നെ നാഗപ്രീതി വരുത്തുന്നതിന് വേണ്ടി മഞ്ഞപ്പൊടി, എണ്ണ, കർപ്പൂരം, ചന്ദനത്തിരി പോലുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ഒരു അനുകൂലം പറയാൻ പറ്റുന്ന ഒരു മാസമല്ല എന്നുള്ളതാണ് മകരക്കൂറുകാർക്ക് പറയുന്നത്. അതായത് ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം ഔട്ടത്തരക്കാർക്ക് ഇച്ചിരി തൊഴിലിടങ്ങളിൽ പ്രശ്നം, മാനസികമായിട്ടുള്ള വിഷമതകൾ, പെട്ടെന്ന് എന്തോ ഒരു ദുരിതം വന്നതുപോലെയൊക്കെയുള്ളൊരു ഫീലിങ്സ് ഈ പ്രാവശ്യം കാണിക്കുന്നുണ്ട്. അടുത്തതായിട്ട് കുംഭക്കൂറുകാർക്ക് പ്രധാനമായിട്ട് നമുക്ക് ശുക്രൻ അവർക്ക് ഇപ്പോൾ 3-ാം ഭാവത്തിലാണ്, ഇവിടുന്ന് ഇങ്ങോട്ട് മാറും. ഇപ്പം മേടത്തിലാണ് നിൽക്കുന്നത്. ഒരു മാസത്തേക്ക് 3-ാം ഭാവത്തിലേക്ക് ശുക്രൻ, 5-ാം ഭാവത്തിൽ വ്യാഴം,
ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട്, അത് നല്ലതാണ്. കർമാധിപൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് കുംഭക്കൂറിൽ വരുന്ന അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാലുകാർക്ക് ധനലാഭം, തൊഴിൽ യോഗം, അതുപോലെ തന്നെ മത്സര പരീക്ഷകളിലൊക്കെ വിജയം വരിക, അതുപോലെ തന്നെ മിലിറ്ററി, പോലീസ്, സൈന്യം അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക്, നേവി, മർച്ചൻ്റ് നേവി പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ വളരെയധികം ഗുണമാണെന്നും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുമെന്നും ഒക്കെ കാണിക്കുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാരായിട്ടുള്ള അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാലിൽ വരുന്ന അഗ്നിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്ന, ഭൂമിയുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ഒരു അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ടാണ് നമുക്ക് കാണുന്നത്. നിങ്ങൾക്ക് ദോഷസ്ഥാനത്ത് പറയുന്നത് 7 കണ്ടകാല ശനിയാണ്. ശനി ദോഷത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നീരാഞ്ജന വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉള്ള ഒരു സമയമായിട്ട് കാണിക്കുന്നില്ല. മീനക്കൂറുകാരുടെ ഫലം പറയുന്നത് നിങ്ങൾക്ക് ശുക്രൻ 2ാം ഭാവത്തിലേക്കാണ്. അപ്പം ഇഷ്ടം പോലെ ധനം വന്ന് കയറാനുള്ള ഒരു യോഗം കാര്യമായിട്ട് കാണിക്കുന്നുണ്ട്. 4ാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ഒരു സ്ഥിതിയൊക്കെ കാണുന്നുണ്ട്. അടുത്തതായിട്ട് നിങ്ങളുടെ ചൊവ്വ നിങ്ങൾക്ക് 1, 2, 3, 4, 5ാം ഭാവത്തിൽ നിന്ന് 6ാം ഭാവത്തിലേക്ക് മാറുന്ന ഒരു വിഷയമുണ്ട്. അത് ഇച്ചിരി ദോഷമാണ്. കാരണം നിങ്ങളുടെ ഭാഗ്യാധിപനാണ്. മീനക്കൂറുകാരുടെ ഭാഗ്യാധിപൻ ചൊവ്വയാണ്. ഭാഗ്യാധിപനും ധനാധിപനും എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടവർക്ക് ഇത് പെട്ടെന്ന് കാര്യം പിടികിട്ടും. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തൊട്ട് താഴോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഭാഗ്യാധിപനും ധനാധിപനും എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരെല്ലാവരും കാണുക. അത് വലിയൊരു ഗുണമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു 500-ൽ പരം ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത്രയും പേര് അയക്കുമ്പോൾ തന്നെ അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കണം. അപ്പോൾ അയക്കാത്തവർ ഒരുപാട് പേരുണ്ടല്ലോ. 500 പേർക്ക് ഗുണപ്പെട്ടു എന്നല്ല, ബാക്കിയുള്ളവർക്കും അത് ഗുണമായിട്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം അത്രയും പേര് അതിന് പ്രയോജനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുണമാണ്. അപ്പം മീനക്കൂറുകാർക്ക് പൊതുവിൽ ശുക്രൻ ധനസ്ഥാനത്തേക്ക് മാറുന്നു. സർവ്വ ഗുണഭാര്യം, ഐശ്വര്യം, ധനയോഗം, ഭാഗ്യമുണ്ട്. വ്യാഴം 4ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതൊരു പ്ലസ് പോയിൻ്റായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രധാനമായിട്ട് ജന്മശനി, കണ്ടകശനി, അതുപോലെ തന്നെ എല്ലാം ഉള്ളൊരു സമയമാണ്. ശനിയുടെ ദോഷം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിപാട് ചെയ്യുക. 6ാം ഭാവത്തിൽ കേതു നിൽക്കുന്നുണ്ട്. ശത്രുദോഷ പരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ അഘോരമന്ത്ര പുഷ്പാഞ്ജലി, കൂവളത്തിൻ്റെ മാല ചാർത്തിക്കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക. ശത്രുസംഹാര മന്ത്ര അർച്ചന ചെയ്യുക. ഭദ്രകാളി ദേവിയുടെ പൂജ ചെയ്യുക. നീരാഞ്ജന വിളക്ക് കത്തിക്കുക. ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്താൽ മീനക്കൂറുകാർക്ക് ധനപരമായിട്ടുള്ള പുരോഗതി, ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു മാസമാണ് ഈ വരുന്ന ജൂൺ മാസം എന്നാണ് കാണിക്കുന്നത്. എല്ലാവരുടെയും ഫലം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.